നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് കേരളം അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സമാധാനം പൂർണ്ണമാകുമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ട്. ഇറാനും US-ഉം തമ്മിലുള്ള വെടിനിർത്തലിന്റെ തുടർച്ചയായി US, ഇറാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഈ ആശ്വാസം നൽകുന്ന തീരുമാനവും ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അംഗം സന്തോഷിനെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ SITക്ക് കത്ത് നൽകി. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ടീമിൽ അംഗമായിരുന്നു സന്തോഷ്. തൃപ്രയാറിൽ പണത്തിനു പകരം ഡോളർ നൽകാമെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തി 16 ലക്ഷം തട്ടിയ കേസ് അന്വേഷിക്കാൻ ഇരിങ്ങാലക്കുട DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചു. അക്രമികളെത്തിയ ഇന്നോവ കാർ കണ്ടെടുത്തു. കണ്ണൂർ വാണിയമ്പാറ പള്ളിയിലെ 38-ാം നമ്പർ കല്ലറയിൽ 2 മൃതദേഹങ്ങൾ വന്നതിൽ ദുരൂഹത. കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന് ഫാദർ ഗിൽബർട്ട് ആവശ്യപ്പെട്ടു. നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഫാദർ ഗിൽബർട്ട് പറഞ്ഞു. കല്ലറയിൽ പായിൽ പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 2006-ലും 2015-ലും 2 പേരെ സംസ്കരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ല 2 ആക്കണമെന്നും ഒപ്പം മൂവാറ്റുപുഴ, നെയ്യാറ്റിൻകര ജില്ലകൾ രൂപീകരിക്കണമെന്നും ആവശ്യം ശക്തമാകുമ്പോൾ ഇത് പഠിക്കുമെന്ന ബഡ്ജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ പ്രതീക്ഷയർപ്പിച്ച് നേതാക്കൾ. കേരളത്തിൽ ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ്. കണ്ണൂർ, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ണികൃഷ്ണന് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. KSEB സബ് എഞ്ചിനീയർ കൊല്ലം തഴുത്തല സ്വദേശി നസീർ കൈക്കൂലി കേസിൽ അറസ്റ്റിലായി. പുതിയ കണക്ഷൻ നൽകുന്നതിനാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഗവിയിൽ മേനക എന്ന 32-കാരിയെ കൊല ചെയ്ത വിനോദ് കുമാർ യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പത്തനംതിട്ട പോലീസ് മേധാവി ആനന്ദ് പറഞ്ഞു. 60ഓളം മുറിവുകൾ യുവതിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. നേരത്തെ ഇയാൾ നടത്തിയ കൊലപാതകവും ഇതേ രീതിയിലായിരുന്നു എന്നും പോലീസ് കണ്ടെത്തി. തൃണമൂൽ കോൺഗ്രസിന്റെ 3 HDFC ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. 440 കോടി രൂപയാണ് ഈ അക്കൗണ്ടുകളിൽ ആകെ ഉണ്ടായിരുന്നത്. കൂടുതൽ അറിയേണ്ട വാർത്തകൾ അടുത്ത ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിൽ കേൾക്കാം. നന്ദി, നമസ്കാരം.